ഹലോ ഗൈസ്, ഇന്ന് ഈദ് ദിവസമാണ്. പെരുന്നാളിൻ്റെ ചെറിയ പെരുന്നാളായിട്ട് എല്ലാവരും ഇങ്ങനെ ഇപ്പം ഞങ്ങളുള്ള സൈഡിൽ അധികം പേരൊന്നും ഇല്ല. ഞങ്ങൾ അങ്ങോട്ട് പോകണുള്ളൂ. ജസ്റ്റ് കറങ്ങാൻ ഇറങ്ങിയതാ. ലൈറ്റ് ഹൗസ് പോകണം, പിന്നെ കറങ്ങണം എന്നെ വിചാരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ നാടിൻ്റെ തെക്കേ വശത്താണ് ഉള്ളത്. ലാസ്റ്റ് തീരാറാണ് സ്ഥലത്താണിത് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകുമ്പോൾ ഞങ്ങളുടെ സ്കൂളവിടെ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം സ്കൂളൊക്കെ ഞാൻ കാണിച്ചു തരാം, ഞാൻ പഠിച്ച സ്കൂളൊക്കെ. അപ്പം ഞാൻ വിശേഷങ്ങൾ പറയാം. ഓക്കെ. പുള്ളിക്കാരൻ വീശാൻ പോവുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ നിന്നിട്ട് വീശാൻ പറ്റും. പുള്ളി വീശുവാണെങ്കിൽ കാണിച്ചു തരാം. വീശാൻ ഇപ്പം വീശും നോക്കിക്കൂടി. ഇപ്പം നാടിൻ്റെ തെക്കേ വശത്താണുള്ളത്. എന്താ വീശാത്ത? ഞങ്ങളിത് ഇവിടെ ബീച്ചിൻ്റെ അടുത്തിരിക്കുക. അയ്യോ, ഇവിടെ എന്താ ബീച്ച് തൊട്ട് എന്നെയാണുള്ള തോന്നുന്നത്. കടൽ കാണുന്നില്ലല്ലോ. വേണ്ട, ബീച്ചുണ്ട്. ബീച്ചിൻ്റെ സൈഡിലേക്ക് നമ്മളിവിടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ആരോ തീയൊക്കെ വെച്ച് കരിയിച്ചിരിക്കാനുള്ള ചൂട് കാലമായതുകൊണ്ട് ഇവിടെയൊക്കെ കരിഞ്ഞു പോയി. അല്ലാത്ത പക്ഷം ഇവിടെ നല്ലോണം പച്ചപ്പാവും, പുല്ലൊക്കെ വളർന്ന്. വീട് കാണാൻ നല്ല രസമില്ലേ? മൊത്തം പടർന്ന് പിടിച്ചത്. എന്താണെന്നറിയോ? ഫാഷൻ ഫ്രൂട്ടിയാണ് ഇത്. ഞങ്ങളുടെ നാട്ടിലെ പണ്ടത്തെ ഇതിനൊന്നും സോളാറിൻ്റെ വേലിയായിരുന്നു. ഇവിടെ മൊത്തം സോളാറായിരുന്നു. ഇപ്പം അതൊക്കെ പോയി. ഇപ്പോൾ കുറച്ച് സോളാർ മാത്രമേ ഉള്ളൂ. വേലി മൊത്തം നശിച്ചും പോയി. അപ്പുറം മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ഇവിടെ ആ കാണുന്നില്ല, അതൊക്കെ സോളാറാണ്. ഒരു കോഴി കുത്താൻ വന്നു കേസ്. കോഴിയും കൊണ്ട് ഇവിടെ ഉണ്ട്. കണ്ട ഈ കോഴികളെ കുത്താൻ വന്ന കേസ്. അതിന് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. ഞങ്ങളിവിടെ വേഗം സ്ഥലം തെക്ക് വശത്തെത്തി. ഇനിയാണ് ആൾക്കാരൊക്കെ കാണാൻ പോകുന്നത്. ഇതുവരെ ആൾക്കാരില്ലാത്ത സ്ഥലത്തായിരുന്നു. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. പിള്ളേരൊക്കെ റെസ്റ്റോറൻറ്റിൽ എന്താ ചെയ്യാ, ചായ കുടിക്കണ്ടേ. അയ്യോ, ലൈറ്റ് ഹൗസ് കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ പെരുന്നാളാകുമ്പോൾ ഇങ്ങനെ ഓട്ടോയിലും കാറിലും ബസ്സില്ല ഇവിടെ. 1-2-3 കാറൊക്കെ ഉണ്ട്. പിന്നെ വണ്ടിയിലും കറങ്ങി നടക്കുക. അതാണ് ഞങ്ങളുടെ പെരുന്നാൾ. പെരുന്നാൾ കഴിഞ്ഞ് ചോറ് കഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ കണ്ടേ. ലൈറ്റ് ഹൗസ് കാണിച്ചിട്ടെ. ദ്വീപിലെ 2ാമത്തെ വലിയ ലൈറ്റ് ഹൗസ് ഞങ്ങളുടെ നാട്ടിലാണ്, കിൽത്താൻ ഐലൻഡ്. ഇതിൻ്റെ മേത്തുണ്ട് ആൾക്കാരൊക്കെ. അവരിറങ്ങിയിട്ട് ഇനി ആൾക്കാരെ കയറ്റുള്ളൂ. ഫ്രണ്ട്സ് ഇവിടെ തിരക്കാണ്, അതുകൊണ്ട് ഇപ്പം കയറ്റുന്നില്ല. പിള്ളേരൊക്കെ കണ്ട. ഞങ്ങൾ തെക്ക് വശത്താണ് ലൈറ്റ് ഹൗസിൻ്റെ സൈഡിൽ കണ്ട. ലൈറ്റ് ഹൗസ് ഉണ്ടോ? റഡാറാണ് ലൈറ്റ് ഹൗസിന് മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ടതായിട്ട് ലൈറ്റ് ഉണ്ട്. ഞാൻ അന്ന് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ പിള്ളേർ അവിടെ നിന്നിട്ട് വിളിച്ചോണ്ട്. പിള്ളേരവിടെ നിന്ന് ആരെയും ശരിക്കും മനസ്സിലാവൂല. എന്നിട്ട് മുകളിൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളത് ഇവിടെയാണ് നമ്മുടെ നാടിൻ്റെ തെക്കേ വശത്ത് 7 തിര പൊട്ടുന്ന സ്ഥലം. മീൻസ് ഇവിടെ ഇപ്പോൾ കാണൂല. എപ്പോഴാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരു തിരയുടെ മുകളിൽ അടുത്ത തിര, അങ്ങനെ 7 തിര പൊട്ടും. നമ്മളിവിടെ 7 തിര പൊട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞത്. ഞാൻ കടലോരങ്ങളിലൂടെ നടക്കുന്നു.
എനിക്ക് ഇവിടെ നിന്ന് ഒരു കല്ല് കിട്ടിയിട്ടുണ്ടോ, നല്ല ഭംഗിയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ കല്ലുമ്മക്കായാണ് ഇത്, ഈ സാധനം കല്ലുമ്മക്കായ. നിങ്ങളവിടെ കല്ലുമ്മക്കായ എന്ന് പറയും. ഇത് കുറേ ഉണ്ട്. ഞങ്ങളിതിനെ എന്താ പറയുന്നതാണ്, ആമാണി ആമാണി ആമാണി. നിറയെ മീനാണല്ലോ, കടൽ നനയട്ടെ. ഇവിടെ മൊത്തം മീനാണ്, നിങ്ങൾ കണ്ടോ? പേര് തീരപ്പെട്ടുന്ന സ്ഥലം 1, 2, 3, 4 അടുത്താണ് 5, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 7 തിര കാണുമെന്ന് പറഞ്ഞു. അറിയാം സെറ്റപ്പ്. ഇവിടെ വെള്ളം കുത്തിക്കണ, ഇവിടെ കടൽ കൂടുമ്പോൾ ഇപ്പോൾ വെള്ളം കുറവാണ്. രാത്രിയാണ് വെള്ളം കൂടുതൽ. ഏറ്റവും വെയിൽ ഇറക്കുമെന്ന് പറയത്തില്ലേ, ലോ ടൈഡ് ഹൈ ടൈഡ്. ഇപ്പം കുറച്ച് കുറവാണ്. നല്ലതുപോലെ കൊള്ളുമ്പോൾ അതിൽ കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര കടലായിരിക്കും. അപ്പോൾ ഇവിടെ കടൽ കയറി ഇവിടെ വെള്ളം കുത്തിക്കും. അത് വെള്ളമാണ്. ഇവിടെ മഴയൊന്നും പെയ്ത് വെള്ളം കുത്തിയതല്ല. ലൈറ്റ് ഹൗസ് ഇല്ലേ ഈ ഇതിൻ്റെ അപ്പുറത്ത്, മറ്റേ നമ്മുടെ ഈ വേസ്റ്റ് ഇല്ലേ, വേസ്റ്റ് ഐറ്റംസ് കത്തിക്കുന്ന സ്ഥലമായിരുന്നു. പ്ലാസ്റ്റിക് കത്തിക്കില്ല, അല്ലാത്തതെല്ലാം കത്തിക്കുന്നത് ഇതിൻ്റെ അകത്ത്. നമ്മൾ ഈ എൻവറോൺമെൻറ്റിൽ നിന്ന് സാധനമൊക്കെ എടുത്തിട്ട് പ്ലാസ്റ്റിക്കൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ബാക്കി എല്ലായിടത്തും അവർ കത്തിക്കും. ഉണ്ടോ, പ്ലാസ്റ്റിക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് ഇവിടെ വെച്ചിട്ട് ബാക്കി എല്ലാവരും അത് കത്തിക്കും. അവിടെ സ്ഥലം ഉണ്ടോ, ഇത് വേസ്റ്റ് മാനേജ്മെൻറ്റ് അവർ ചെയ്യണതോ, എൻവറോൺമെൻറ്റുകാർ. ഒരു ഇടയ്ക്ക് ഇവിടെ ഒരു ഇതുണ്ടായി, മീൻസ് ഇവിടെ സാധനം ഇങ്ങനെ ഇട്ടിട്ട് കത്തിപ്പിടിച്ച്, എങ്ങനെ കത്തിപ്പിടിച്ചെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇതിൽ കൂടെയൊക്കെ പാസ് ചെയ്ത് ഇങ്ങനെ പോകണം. നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ആ വീശണ ആളില്ലേ, ആളവിടെ എത്താറായി. ഞങ്ങൾ അപ്പുറ സൈഡ് പോയില്ല. ഞാൻ ഇനി ഒരു ദിവസം അവിടെ പോകുമ്പോൾ അപ്പുറ സൈഡ് കാണിച്ചു തരാം. പിന്നെ ഇനി വടക്കോശം പോകാണ്ട്, അവിടെയാണ് ഹെലിപ്പാഡൊക്കെ ഉള്ളത്. അവിടെ ഹെലിപ്പാഡ് ടർഫുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഇതിൽ ഇത്രയും കാണിച്ചു തരാം. ബാക്കി ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വൈകുന്നേരം ആകുമ്പോഴേക്കും പിന്നെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോകും. നമ്മുടെ കയ്യിൽ വണ്ടിയോ സൈക്കിളോ ഒന്നും ഇല്ല, അതാണ് പറ്റിപ്പോയത്. നമ്മൾ നടന്നിട്ടാണ് നടക്കുന്നത്. വണ്ടി എവിടെയും കിട്ടുവാണെങ്കിൽ നോക്കാം. സോളാറിൻ്റെ അപ്പുറ സൈഡിലേ കണ്ടിട്ടുള്ളൂ. ഇത് സോളാറിൻ്റെ ഇപ്രാവശ്യം ഇത് പണ്ടത്തെ ഇത് പോയി. ഇത് കുറേ സോളാറൊക്കെ നശിച്ചും പോയി. ഉണ്ടോ, നമ്മുടെ ഇത് മൊത്തം കടലിൽ നിന്ന് കയറുന്ന കല്ലാട്ടോ പണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചില സമയത്ത് കടൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് അടിച്ച് കയറി ഇങ്ങോട്ട് വരും. ഇപ്പുറത്തൊക്കെ വന്നതാണ്. അയ്യോ, ഇവിടെ ഫോട്ടോഷൂട്ടാണ്. മീൻ കണ്ട, ലൈറ്റ് ഹൗസ് കാണുന്നു. നടക്കുന്ന സ്ഥലം, ഇവിടെ നടക്കുന്ന സ്ഥലത്ത് താഴെ വീണ് കായ കിടക്കും. അതായത് താഴത്തോട്ടൊക്കെ കിടക്കും. കൂടിയാണ് നമ്മൾ നടക്കണം. ഇത് സോളാർ വേലിയുടെ വേലിയായിരുന്നു. വേലി മൊത്തം പൊളഞ്ഞും പോയി. അവിടെയൊക്കെ പിള്ളേർ ഇരിക്കുന്നത്. പെരുന്നാളാകുമ്പോൾ എല്ലാവരും പുറത്ത് കാണാം. ഞങ്ങളും അങ്ങനെ കറങ്ങിയതാണ്. ഞങ്ങളൊരു സൈക്കിളൊന്നും ഇല്ലാത്തതുകൊണ്ട് നടത്താണ് ഇപ്പം മീൻ കാണിച്ച പുള്ളിക്കാരനില്ലേ, ആ പുള്ളിക്കാരൻ വീണ്ടും വീശാൻ വന്നിട്ടുണ്ട്. ഇപ്പത്തേക്കുണ്ടോ ആടൊക്കെ ഇവിടെ ഉണ്ട്. ആടൊക്കെ വളർത്തുന്ന ആടൊക്കെ ഇപ്പുറത്തൊക്കെ ആടിനെ വളർത്തുകയാണെങ്കിൽ കുഴപ്പമില്ല, ആർക്കും ഒരു ശല്യമില്ല. സർവേയിൽ യൂസ് ചെയ്യണ ആടിനെ മഴയത്തായിരിക്കാൻ വേണ്ടി കെട്ടിയിരിക്കും. നാട്ടിൽ പിട്ടേക്ക മരം. ഇതിന് കാ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്താ ഇതിൻ്റെ ഇവിടെ പ്രേതങ്ങളുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. നിഗൂഢതകൾ നിറഞ്ഞ സ്ഥലമാണിത്. ഇതിൻ്റെ കായ വീണിട്ടുണ്ടായതാണ്. ഇതെല്ലാം ചെറിയത് കണ്ട്. ഇതാണ് വലിയ മരം. ഈ വലിയ മരത്തിൽ നിന്നുണ്ട് വീട് അവിടെ വയ്യും. ഇതൊക്കെ കുഞ്ഞുങ്ങളതിൻ്റെ ഈ കായ വീട് കഴിയുമ്പോൾ കായ ഇതാവണതാണ്. പക്ഷെ ഒരു കായ പോലും ഇപ്പം കാണുന്നില്ല. ഇവിടെ രാത്രി കാലങ്ങളിൽ എൻ്റെ അടുത്ത് കൂടി വരാൻ പാടില്ല എന്ന് പറയുന്നു. ഇവിടെ പ്രേതമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയും ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കൂടുതൽ നിറഞ്ഞ സ്ഥലമാണ്. ഇപ്പം നമ്മളിവിടെ ആദ്യം നിൽക്കാൻ പാടില്ല. ഇപ്പോൾ വൈകുന്നേരം 6:30 പറയും. ശരി.
ഞങ്ങൾ ഇങ്ങനെ ബീച്ചിൽ കൂടി ഇങ്ങനെ ബീച്ച് റോഡിൽ കൂടി നടന്നു പോവുക. കാണാൻ നല്ല രസമുണ്ട്. ഇവിടേക്ക് പണ്ടൊക്കെ ഇരിക്കുമായിരുന്നു, ഇപ്പോൾ ഇരിക്കാൻ നല്ല വൈറ്റ് പാൻ്റ് ഇട്ടേക്കട. ഞങ്ങളുടെ അങ്ങ് അറ്റത്തുനിന്ന് ആശ ഗ്യാസ് ഗോഡം കാണിക്കാൻ മറന്നും പോയി. ഇനിയിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കാണിച്ചിട്ട് അതേ ആ ലാസ്റ്റ് വൈറ്റ് ഒരു മതിൽ കാണുന്നുണ്ടോ, അതാണ് ഗ്യാസ് ഗോഡം. പെരുന്നാസ്കാരത്തിന് പോയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാവിലെ 8:30 നമസ്കാരം. അപ്പം നമുക്ക് ഒരുങ്ങി റെഡിയായി പോകുമ്പോൾ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫോൺ എടുത്ത് എപ്പോഴും ഫുഡൊക്കെ കഴിച്ച് എനിക്ക് എൻ്റെ മൂത്തമ്മയുടെ വീട്ടിലായിരുന്നു പെരുന്നാൾ ചോറ് കഴിഞ്ഞിട്ട് ഞാൻ തറവാട്ടിൽ വന്നപ്പോൾ അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എന്നെ കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ഫോട്ടോ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം. പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ വൈകുന്നേരം എപ്പോൾ കറങ്ങാറിങ്ങി. രാത്രി സാധാരണ നോമ്പൊക്കെ ആയിട്ട് ഞങ്ങൾ ഉറങ്ങാറുണ്ടായിരുന്നില്ല. രാത്രി അത്താഴം കഴിച്ചിട്ട് പിന്നെ കിടക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഇവിടെ ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ പോയപ്പോൾ ഉറങ്ങിയില്ല. രാത്രി 1 മണി 2 മണിക്ക് കിടന്നുറങ്ങിയപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് 5:30-6 മണിയായപ്പോൾ എണീറ്റ് പെരുന്നാകുളേക്ക് കുളിച്ച് അങ്ങനെ ലേറ്റായി കിടക്കും. പിന്നെ അവിടെ വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഉറങ്ങി. നമ്മളിപ്പോഴും തെക്ക് സൈഡിൽ തന്നെയാണുള്ളത്. തെക്ക് സൈഡിലൊരു 1/4 ഭാഗം ഞങ്ങൾ നടന്ന് ഇപ്പുറം എത്തി. ഇപ്പം ഇവിടെ ഏകദേശം എൻ്റെ വീടിൻ്റെ ഒരു സൈഡിലൊക്കെ ആയിട്ടുണ്ട്.